തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പേര് ചേർക്കാൻ ജില്ലയിൽ വൻ തിരക്ക്. ശനിയാഴ്ച വരെ ജില്ലയിൽ പേര് ചേർക്കുവാൻ അപേക്ഷ നൽകിയത് 23,133 പേരാണ്. കഴിഞ്ഞ മാസം 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഒരാഴ്ച മാത്രം പിന്നിടുമ്പോഴാണ് ഇത്രയും പേർ ഓൺലൈനായി അപേക്ഷ നൽകിയത്. ഇതിനു പുറമെ കരട് വോട്ടർ പട്ടികയിൽ വിവരങ്ങൾ ചേർക്കുന്നതിന് 204 അപേക്ഷകളും ഒരു വാർഡിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പേര് മാറ്റുന്നതിന് 2966 അപേക്ഷകളും വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാൻ 1684 അപേക്ഷകളും ലഭിച്ചു. പേര് ചേർക്കുന്നതിനും പട്ടികയിലെ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തൽ വരുത്തുന്നതിനും ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കോ പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേര് ഒഴിവാക്കാനുമുള്ള അപേക്ഷകൾ 7 വരെ നൽകാം. കമ്മീഷന്റെ acc.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2021 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാം. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പ്രിന്റൌട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടർ ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കുകയും വേണം. നിർദ്ദിഷ്ട ഫോമിലും ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകാം. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകൾ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. അപേക്ഷകളിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് 15 ദിവസത്തിനകം അപ്പീൽ നൽകാം. ഇടുക്കി വിഷൻ, കുമളി.